ഇപ്പോൾ 13 വയസ്സുകാരി എവിടെയാണ് എന്നതാണ് ഉയരുന്ന ചോദ്യം. മോഹൻ പറയുന്നുണ്ട്, കേരള പോലീസിന് ഈ കേസ് വല്ലാത്ത ഒരു തലവേദനയായി. ഇനി എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം ഈ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ? അങ്ങനെ പ്രേക്ഷകർ ഈ വിഷയത്തിൽ സജീവമായി പ്രതികരിക്കുന്നുണ്ട്. ഇന്നലെ ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിലാണ് പെൺകുട്ടി വൈകിട്ട് 4 മണിയോടെ കന്യാകുമാരിയിൽ എത്തിയത്. 5:50 കന്യാകുമാരി എക്സ്പ്രസ്സായി ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്നതാണ് ഈ ട്രെയിൻ. ഈ ട്രെയിനിൽ തന്നെ പെൺകുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. കേരള പോലീസ് അന്വേഷണത്തിന് ചെന്നൈയിലേക്ക് തിരിക്കുകയാണ്. ഷഫീദ് റാവുത്തർ കന്യാകുമാരിയിൽ നിന്നും അലക്സ് റാം മുഹമ്മദ് നാഗർകോവിലിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം അലക്സിലേക്കാണ്. അലക്സ്, അങ്ങനെ നിർണായകമായ ഒരു ലീഡ് കിട്ടുന്നു പോലീസിന് ഇപ്പോൾ. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പോലീസിന്റെ ഇനിയുള്ള നീക്കങ്ങൾ. അലക്സ്, ഉന്മേഷ്, തീർച്ചയായും ഏതാണ്ട് 3:30 മണിയോടുകൂടി, ഇന്നലെ വൈകുന്നേരം 3:30 മണിയോടുകൂടി ഒരു പരാതി ലഭിക്കുന്നു. രാത്രി വൈകി ഏതാണ്ട് 7 മണിയോടുകൂടി പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചതാണ്. നമുക്ക് നിസ്സംശയം പറയാം, കേരള പോലീസ് അതിനുശേഷം ഇതുവരെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇന്നലെ പ്രധാനപ്പെട്ട ലീഡ് രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടി ലഭിക്കുന്നു. 24 വാർത്ത കണ്ട് ബബിത, ഈ ട്രെയിനിൽ സഹയാത്രികയായിരുന്ന വിദ്യാർത്ഥി ബബിത ഈ കുട്ടിയുടെ ചിത്രമെടുത്തത് അത് പോലീസിനും മാധ്യമങ്ങൾക്കും കൈമാറിയതിന് തൊട്ടു പിന്നാലെ അന്വേഷണത്തിൻ്റെ ദിശ എങ്ങോട്ടാണ് എന്ന് പോലീസ് അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട കൃത്യത കൈവരിക്കുന്നു. തുടർന്ന് അന്വേഷണം കന്യാകുമാരിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. കന്യാകുമാരിയിൽ ഈ രാവ് മുഴുവൻ ഏതാണ്ട് 6 മണിക്കൂറോളം കന്യാകുമാരിയിലെ തിരച്ചിൽ നടന്നു. കന്യാകുമാരി പ്ലാറ്റ്ഫോം CCTV ദൃശ്യങ്ങളടക്കം അരിച്ചുപറക്കി പരിശോധന നടത്തി. പക്ഷേ അതിലൊന്നും കണ്ടെത്താനായില്ല. തുടർന്ന് പാറശാലയ്ക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച പരിശോധന, അത് ഈ കുഴിത്തുറ, ഇരണിയൽ, ഒപ്പം നാഗർകോവിൽ. അതിൽ നാഗർകോവിൽ സ്റ്റേഷനിൽ നിന്ന് വൈകുന്നേരത്തോടുകൂടി വീണ്ടും പ്രധാനപ്പെട്ട ഒരു ലീഡ് ലഭിക്കുന്നു. കന്യാകുമാരിയിൽ പോലീസ് തെരച്ചിൽ അവസാനിപ്പിക്കാം എന്ന ആലോചന നിൽക്കുന്ന ഘട്ടത്തിലാണ് നാഗർകോവിൽ നിന്ന് പ്രധാനപ്പെട്ട ലീഡ് ലഭിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 3:03 ഈ കുട്ടി ഇവിടെ നിന്ന് ഈ ട്രെയിനിൽ വന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി പൈപ്പിൽ നിന്ന് വെള്ളമെടുത്ത് ആ ട്രെയിനിൽ തന്നെ തിരികെ കയറുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. അത് നാഗർകോവിലെത്തി RPFന്റെ CCTV കൺട്രോൾ റൂമിലെത്തി കേരള പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾക്കായി കമ്മീഷണർ ഇവിടെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്, മെയിൽ മുഖേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഉടനെ കേരള പോലീസിന് ലഭിക്കുമെന്നുള്ളതാണ് വിവരം. അതിനുശേഷമാണ് കന്യാകുമാരിയിൽ നിന്നും പ്രധാനപ്പെട്ട മറ്റൊരു ലീഡ് കൂടി ലഭിക്കുന്നത്. അത് വൈകുന്നേരം 3:53 അതേ ട്രെയിനിൽ തന്നെ കുട്ടി കന്യാകുമാരിയിൽ എത്തുകയും സമാനമായി ഈ കാര്യം, അതായത് ദാഹിക്കുന്നുണ്ടാകും കുട്ടിക്ക്, ഈ കാര്യം തന്നെ കുട്ടി അവിടെയും ആവർത്തിച്ചു. ട്രെയിനിൽ നിന്നിറങ്ങി, കമ്പാർട്ട്മെന്റിൽ നിന്നിറങ്ങി വെള്ളം കുടിച്ചതിന് ശേഷം, കുപ്പിയിൽ വെള്ളം എടുത്തതിന് ശേഷം ആ ട്രെയിനിൽ തന്നെ തിരികെ കയറുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. പോലീസ് ഒന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്, ആ ട്രെയിൻ ചെന്നൈയിലേക്കാണ് പോയത്. കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാകും എന്ന് പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ അനുമാനത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കഴക്കൂട്ടത്ത് നിന്നുള്ള അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. അല്പസമയം മുമ്പ് 5-അംഗ സംഘം, അതിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനടക്കം 5-അംഗ പോലീസ് സംഘം ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ചെന്നൈയിലേക്ക് തിരിക്കാൻ പ്രധാനപ്പെട്ട കാരണമായി വന്നത് നാഗർകോവിൽ നിന്നും അതുപോലെ കന്യാകുമാരിയിൽ നിന്നും ലഭിച്ച ഈ നിർണായക CCTV ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് അനുമാനിക്കുന്നത് ഈ ട്രെയിനിൽ നിന്നിറങ്ങി കുട്ടി മറ്റിടങ്ങളിലേക്ക്, അതായത് സ്റ്റേഷനുകളുടെ ഔട്ടറുകളിലേക്ക് പോകാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. കാരണം കുട്ടി വന്ന ഇടങ്ങളിലൊക്കെ ഒരുപക്ഷെ നാഗർകോവിൽ ഇറങ്ങുന്നുണ്ട്, കന്യാകുമാരിയിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് റോഡിലേക്കോ മറ്റിടങ്ങളിലേക്കോ കുട്ടി പോകാതെ ട്രെയിനിൽ നിന്നിറങ്ങി വെള്ളം കുടിച്ചതിന് ശേഷം കുട്ടി അതേ ട്രെയിനിൽ തന്നെ ഇരിക്കുകയാണ്. അതിനർത്ഥം കുട്ടി അതേ ട്രെയിനിൽ തന്നെ സഞ്ചരിച്ചിട്ടുണ്ടാകാം എന്ന അനുമാനത്തിലാണ് കേരള പോലീസ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ എൻഡ് എവിടെയാണോ അത് ചെന്നൈയാണ്. ആ ചെന്നൈയിൽ ആദ്യത്തെ പരിശോധന നടത്തണമെന്നുള്ളതാണ് കേരള പോലീസ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. ഈ നാഗർകോവിൽ മുതൽ ചെന്നൈ വരെ തന്നെ ഏതാണ്ട് 18ഓളം സ്റ്റേഷനുകളുണ്ട്. മധുര അടക്കമുള്ള പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ ആ വഴിമധ്യേയുണ്ട്. അവിടങ്ങളിലൊക്കെ പരിശോധന നടത്തണമെങ്കിൽ കുട്ടിയുടെ ദൃശ്യങ്ങൾ, ഈ ചെന്നൈയിൽ എത്തിയ ദൃശ്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ആ ട്രെയിൻ ചെന്നൈയിലെത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ ട്രെയിനിലെ തന്നെ ശുചീകരണ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട മൊഴി, കുട്ടിയെ കണ്ടതായി, കുട്ടി ആ ട്രെയിനിൽ തന്നെ മടങ്ങിയതായ മൊഴി തമിഴ്നാട് പോലീസിന് നൽകിയതും കേരള പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരള പോലീസിൻ്റെ ഈ അനുമാനം, കേരള പോലീസിൻ്റെ ഈ സഞ്ചാരം ശരി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ആ നിലയിൽ തന്നെ അത് പുരോഗമിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ കണ്ട ഈ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ വാങ്ങാനുള്ള ഔദ്യോഗികമായ നടപടികളും കേരള പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ ഒരു സംഘം കന്യാകുമാരിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷം, അലക്സ് റാം മുഹമ്മദാണ് ഇപ്പോൾ നാഗർകോവിലിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഷഫീദിലേക്ക് കൂടി പോവുകയാണ്. ഷഫീദ് ഉള്ളത് കന്യാകുമാരിയിലാണ്. ഷഫീദ്, അതായത് ഈ രാവിലത്തെ പരിശോധനയിൽ CCTV ദൃശ്യങ്ങളൊന്നും കണ്ടെത്തിയില്ലല്ലോ. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഈ കുട്ടി ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ നിന്ന് തിരികെ അതേ ട്രെയിനിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ, അങ്ങനെയല്ലേ ഷഫീദ്?
ഉന്മേഷ്, അത് തന്നെയാണ്. അതായത് നിലവിലിപ്പോൾ ഇന്നലെ വൈകിട്ട് 3:30 ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് എത്തുന്നത്. ആ ട്രെയിനിൽ തന്നെ, അല്ലെങ്കിൽ ആ ട്രെയിനിൽ എത്തിയ കുട്ടി ഈ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്കോ മറ്റു ഭാഗങ്ങളിലേക്കോ ഒന്നും പോയിട്ടില്ല. കുട്ടി വെള്ളമെടുക്കാനോ മറ്റോ ആണ്. കുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നു. അതിലിറങ്ങിയതിനു ശേഷം ഈ ശുചീകരണ തൊഴിലാളി ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഈ കുട്ടി വീണ്ടും ട്രെയിനിലേക്ക് മടങ്ങി കയറുന്നു. തുടർന്ന് വീണ്ടും ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. അതിനുശേഷം ഈ കുട്ടി ഈ ട്രെയിൻ ഇവിടെ നിന്ന് തിരിക്കുന്നത് 5:45 സമയത്താണ്. വൈകിട്ട് 5:45 മണിയോടുകൂടിയാണ്. അതിന് തൊട്ട് മുൻപ് ഈ കുട്ടി ട്രെയിനിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ആ CCTV ദൃശ്യങ്ങൾ കേരള പോലീസ് ഔദ്യോഗികമായി തന്നെ റിസീവ് ചെയ്തിപ്പോൾ അത് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട്. അല്പസമയത്തുള്ള CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പോലീസിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഈ ഹോപ്പ് ഓഫ് ദ അവർ എന്നുള്ളത് അത് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാത്രമാണ്. ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കടന്നു പോകുന്ന സ്ഥലത്ത് ഏതാണ്ട് 12ഓളം മറ്റ് സ്റ്റോപ്പുകളുണ്ട്. ഈ 12 മണിക്കൂറോളം സമയമെടുത്താണ് അതിന്റെ റണ്ണിംഗ് ടൈമും വരുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. വ്യാപകമായ ഒരു തെരച്ചിൽ പോലീസിനെ സംബന്ധിച്ച് ആവശ്യമാണ്. പക്ഷേ പോലീസ് ഒരു പ്രൈം ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന രീതിയിൽ പോലീസ് കാണുന്നതും കൊടുക്കുന്നതും അത് ഈ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ്. ഇതിനോടകം തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ നേരിട്ട് ചെന്നൈയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ RPF-നെ ഉപയോഗിച്ചുകൊണ്ട് ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ആ പരിശോധന നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു സംഘം ചെന്നൈയിലേക്ക് ഇതിനോടകം തന്നെ തിരിച്ചിട്ടുമുണ്ട്. ഒരു പക്ഷേ കന്യാകുമാരിയിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട ട്രെയിൻ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഘം ഒരു പക്ഷേ ഫോളോ ചെയ്തുള്ള അന്വേഷണം കൂടി ഉണ്ടാകും. അതിനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ കഴക്കൂട്ടത്തു നിന്നുള്ള SI അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് കന്യാകുമാരിയിൽ അദ്ദേഹം നടത്തിയ അന്വേഷണ പുരോഗതി, CCTV-യിലെ നിർണായകമായ കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും. കുട്ടി ചെന്നൈയിലേക്ക് തിരിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണം നടത്തുകയാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. അങ്ങനെ തന്നെയാണ് അന്വേഷണം മൂവ് ചെയ്യുകയും ചെയ്തത്. നമ്മളെ സംബന്ധിച്ച് ആ വഴിയിൽ ഇത്രയധികം സ്റ്റേഷനുകൾ, ഇത്രയധികം യാത്രാ ടൈം അടക്കമുള്ളത് അത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താം എന്നുള്ള ഒറ്റ നീക്കത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പോലീസ്. ഏതായാലും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതും. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടി എവിടെ എന്നുള്ള സംശയം, അതേ ചോദ്യം അത് പ്രേക്ഷകർക്കുമുണ്ട്. അവരത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അഞ്ജന പറയുന്നത് CCTV-യിൽ പതിഞ്ഞില്ല, വെള്ളമെടുത്തിട്ട് തിരികെ അതേ ട്രെയിനിൽ തിരിച്ചു കയറി എന്ന് പറയുന്നത്. എന്നിട്ട് എവിടെ ആ കുട്ടി എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. കുട്ടി ആ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് പോലീസിന്റെ അന്വേഷണം നടന്നു. പക്ഷേ പിന്നീട് ഏറ്റവും ഒടുവിലാണ് ട്രെയിനിൽ തിരിച്ചു കയറുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണ് എന്നതുകൊണ്ട് തന്നെ ചെന്നൈയിലേക്ക് കുട്ടി പോയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തുടരുന്നുണ്ട് ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ്. അലക്സ്, ഇപ്പോൾ ഈ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യം, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യം, ഇത് രണ്ടും കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ പോലീസിന്റെ അന്വേഷണം. അപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ എഗ്മോറിലേക്കുള്ള യാത്രക്കിടെ 16 സ്റ്റേഷനുകളുണ്ട്. അതായത് ആകെ 18 സ്റ്റേഷനുകൾ, അതിനിടയിൽ 16 സ്റ്റേഷനുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളായി 6-7 സ്റ്റേഷനുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി അവിടെ ഇറങ്ങാനുള്ളൊരു സാധ്യത പോലീസ് ഇപ്പോൾ അങ്ങനെ ഒരു സംശയമുണ്ടോ പോലീസിന്? ഈ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കുമോ അന്വേഷണം, അലക്സ്? ഉന്മേഷ, പോലീസ് അത് തള്ളിക്കളയുന്നില്ല. അങ്ങനെ ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ആ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ വലിയ രീതിയിൽ ആളുകളുണ്ട്. അത് എപ്പോഴും അങ്ങനെയാണ്. ചെന്നൈയിലേക്ക് പുറപ്പെടുന്ന ആ ട്രെയിനിൽ നല്ല രീതിയിൽ പാസഞ്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായി ആ കുട്ടിയും ആ ട്രെയിനിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പോലീസ് കാണുന്നത്. ആദ്യഘട്ടം, അത് പ്രാഥമിക പരിശോധന പോലീസ് നടത്തുന്നത് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാണ്. രാവിലെ ഇന്ന് ആ ട്രെയിൻ അവിടെ എത്തുമ്പോൾ ആ പ്ലാറ്റ്ഫോം ഏതാണോ, മാത്രമല്ല കുട്ടിയെ കണ്ട കമ്പാർട്ട്മെൻറ്റ് ഏതാണോ, ആ കമ്പാർട്ട്മെൻറ്റിന് പരിസരത്തുള്ള ഏറ്റവും അടുത്ത CCTV ദൃശ്യം പരിശോധിക്കുക എന്നുള്ളതായിരിക്കും കേരള പോലീസ് ആദ്യം ഉദ്ദേശിക്കുന്ന കാര്യം. അത് ഒരുപക്ഷെ വിദൂര ദൃശ്യമാണെങ്കിൽ പോലും കേരള പോലീസിന് അത് മനസ്സിലാക്കാൻ ഇനി സാധിക്കും. കാരണം ഈ പ്രധാനപ്പെട്ട ഇതിനിടയിലെ റെയിൽവേ സ്റ്റേഷനുകളായ ഈ നാഗർകോവിലെയും കന്യാകുമാരിയിലുമൊന്നും ഈ പ്രധാനപ്പെട്ട എൻട്രൻസിനടുത്ത് നിന്ന് ക്ലോസ് ഷോട്ടുകളൊന്നും, അതായത് കുട്ടിയുടെ മുഖം വ്യക്തമാകുന്ന തരത്തിലെ ക്ലോസ് ഷോട്ടുകളൊന്നും പോലീസിന് ലഭിച്ചില്ല. പക്ഷേ കുട്ടി ഇതാണെന്ന് വ്യക്തമാകുന്ന തരത്തിൽ കൃത്യമായി തന്നെയുള്ള വിദൂര ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനർത്ഥം ആ ട്രെയിനിൽ കുട്ടിയിരുന്ന കമ്പാർട്ട്മെൻറ്റ് പോലീസിന് വ്യക്തമാണ് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ വഴിമുട്ടി നിന്ന കന്യാകുമാരിയിലെ ഈ CCTV ദൃശ്യ പരിശോധന പോലും പിന്നീട് അനക്കം വെച്ചത് ഈ നാഗർകോവിലിൽ നിന്ന് ഈ 3:03 കുട്ടി ഇറങ്ങി
പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി വെള്ളമെടുത്ത് തിരികെ പോരുന്ന ദൃശ്യം കണ്ടതിന് ശേഷമാണ് അങ്ങനെയെങ്കിൽ സമാനമായ ദൃശ്യം പരിശോധിക്കാം, ദൂരെയുള്ള ദൃശ്യം പരിശോധിക്കാം, വിദൂരമായെങ്കിലും കുട്ടിയുടെ ഒരു സാന്നിധ്യം കണ്ടാൽ അതൊരു തുമ്പാകും എന്ന് കേരള പോലീസിന് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് അത് വീണ്ടും കന്യാകുമാരിയിലെത്തി ആ പരിശോധന നടത്തുന്നതും 3:53 സമാനമായ ദൃശ്യം കന്യാകുമാരിയിലും കാണുന്നതും. പോലീസ് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഴിയിൽ കുട്ടി ഇറങ്ങാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ടെങ്കിൽ പോലും പോലീസ് ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ചെന്നൈയിലേക്ക് എത്താം എന്നുള്ളത് തന്നെയാണ്. ചെന്നൈയിലേക്ക് എത്തി എന്ന നിലയ്ക്കുള്ള ആ അനുമാനത്തോടു കൂടിയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ചെന്നൈയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കും. ആ ദൃശ്യങ്ങൾ, ആ പ്ലാറ്റ്ഫോം കേന്ദ്രീകരിച്ച്, ആ കമ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ചുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിൽ കുട്ടിയില്ല എന്ന് പോലീസിന് എല്ലാ തരത്തിലുള്ള, അത് വിദൂര ദൃശ്യങ്ങളാവട്ടെ അതല്ലെങ്കിൽ അടുത്ത ദൃശ്യങ്ങളാവട്ടെ, അതൊക്കെ പരിശോധിച്ച് അതിൽ കുട്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും മറ്റു 16 സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്ന കാര്യം കേരള പോലീസ് നിലവിൽ ആലോചിക്കുകയുള്ളൂ. ആദ്യത്തെ പരിശോധന ചെന്നൈ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ദിവസം കണ്ടതാണ്. കാരണം ഈ ഫോട്ടോ കിട്ടിയുള്ള ലീഡ് ലഭിക്കുമ്പോൾ തന്നെ കേരള പോലീസ് ആദ്യം പുറപ്പെട്ടത് കന്യാകുമാരിയിലേക്കാണ്. കേരള പോലീസ് നെയ്യാറ്റിൻകര ഇറങ്ങിയില്ല, പാറശാല ഇറങ്ങിയില്ല, അതല്ലെങ്കിൽ നാഗർകോവിൽ ഇറങ്ങിയില്ല. അവർ നേരെ കന്യാകുമാരിയിലെത്തി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുകയും പുറത്ത് ആ ഫോട്ടോ കാണിച്ച്, കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് പുറത്തുള്ള ആളുകൾ, ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ള ആളുകളോട് കാണിച്ചുള്ള പരിശോധനയാണ് നടത്തിയത്. അങ്ങനെയാണ് പുറത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ ആ കുട്ടിയെ 5:30 കണ്ടു എന്ന് തിരിച്ചറിയുന്നതും അത്തരത്തിലുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്നതും അങ്ങനെയാണ്. ആ ട്രെയിനിൻ്റെ എൻഡ് എവിടെയാണോ അവിടെയാണ് പോലീസ് ആദ്യം പരിശോധിച്ചത്. അവിടെ ഇല്ലെന്ന് കണ്ടപ്പോഴാണ് മറ്റു സ്റ്റേഷനുകൾ കേരള പോലീസ് പരിശോധിച്ചത്. ആ നിലയിലുള്ള അന്വേഷണം തന്നെയാകും ഇപ്പോഴും പുരോഗമിക്കുക. ചെന്നൈയിലേക്ക് കുട്ടി പോയിട്ടുണ്ടാകുമെന്ന് അനുമാനിക്കുന്നു. ഇടയിൽ അപ്പോഴും മധുര അടക്കമുള്ള പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളുണ്ട്. വലിയ ആൾത്തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടി പരിഭ്രാന്തയാണ്, വിശന്നിരിക്കുന്ന കുട്ടിയാണ്, ദാഹത്തോടുകൂടി ഇരിക്കുന്ന കുട്ടിയാണ്. ട്രെയിനിൽ നിന്ന് താൻ ഇറങ്ങിയാൽ താൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു ഭയം കുട്ടിക്ക് ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളതാണ് കുട്ടിയുടെ ഈ യാത്ര സംബന്ധിച്ച് പോലീസിന് തന്നെ മനസ്സിലാകുന്ന കാര്യം. അങ്ങനെയെങ്കിൽ പോലീസ് അനുമാനിക്കുന്നത് ചെന്നൈയിലേക്ക് കുട്ടി എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ്. രാവിലെ 6 മണിയോടുകൂടി ഇന്ന് ചെന്നൈയിലെ ആ ട്രെയിൻ എത്തിയിട്ടുണ്ടാകും. ആ ദൃശ്യങ്ങൾ പോലീസിന് അവിടെ എത്തി പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച പരിശോധന വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം ആലോചിക്കുകയുള്ളൂ. ഉന്മേഷം. ശരി, അലക്സ് എത്താം. ഇപ്പോൾ ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള 5 അംഗ പോലീസ് സംഘം ചെന്നൈയിലേക്ക് തിരിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ സംബന്ധിച്ച് ഔദ്യോഗികമായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു വ്യക്തത വരുത്താനുള്ള സാധ്യതയുണ്ടോ ഹരികൃഷ്ണൻ? നമുക്കിവിടെ നിന്നും, അതായത് ACP നിയാസാണ് ഇത്തരത്തിൽ ഇതിൻ്റെ അന്വേഷണ ചുമതല, അതായത് കഴക്കൂട്ടത്തെ പോലീസിൻ്റെ ഈ തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ചുമതല നിർവഹിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടി, അതായത് ഈ ഇന്നലെ കാണാതായ ഈ 13 വയസ്സുകാരി ഈ ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യത അത് തീരെ തള്ളിക്കളയാൻ ആകില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കന്യാകുമാരിയിൽ ഈ കുട്ടി ഇറങ്ങുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ അത് വ്യക്തമല്ലെങ്കിൽ കൂടിയും അത്തരത്തിൽ ഒരു CCTV ദൃശ്യം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോഴും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പോലീസ് സംഘം ഇത്തരം ഇതിനിടയിലുള്ള പല സ്റ്റേഷനുകളുണ്ട്. ഈ പല സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും ഈ കുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയ വെല്ലുവിളിയാകും. അത്തരത്തിലുള്ള ആ സ്റ്റേഷനുകളിലെല്ലാം CCTV ദൃശ്യങ്ങളും മറ്റു വിവരങ്ങളും വിവരശേഖരണം നടത്തേണ്ട ഒരു ആവശ്യത്തിലേക്ക് കൂടി പോകും എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ 5 അംഗ സംഘം ചെന്നൈയിലേക്ക് ഉടൻ തന്നെ തിരിക്കുമെന്ന് നേരത്തെ തന്നെ ACP നമ്മളോട് പറഞ്ഞിരുന്നതാണ്. അത് ഈ തരത്തിൽ ഇന്ന് ലഭിച്ച ഈ നാഗർകോവിലെയും അതേപോലെ തന്നെ കന്യാകുമാരിയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. ഇടയ്ക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായെങ്കിൽ പോലും അത് ഇപ്പോൾ പോലീസ് അതിൻ്റെ കറക്റ്റ് പാതയിലാണ്, അല്ലെങ്കിൽ ശരിയായ ദിശയിലാണ് അന്വേഷണം നടക്കുന്നത്, അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് വലിയ ലീഡ് കിട്ടി, കുട്ടി എവിടെയാണെന്ന തരത്തിൽ അത്തരത്തിലേക്ക് ഒരു അന്വേഷണം കൊണ്ടുപോകുന്നതിനുള്ള ഒരു ആർജവം പോലീസിൽ കിട്ടിയതായാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അത്തരം നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നു. പ്രേക്ഷകർ ചില സംശയങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. TTR ശരിക്കും ജോലി ചെയ്യാറില്ലേ? ഈ ട്രെയിനിൽ TTR ഇല്ലേ? അവർ കുട്ടിയെ കണ്ടിട്ടില്ലേ എന്നിങ്ങനെ സോമിനി ചോദിക്കുന്നുണ്ട്. സ്വയം ഉണ്ണികൃഷ്ണൻ പറയുന്ന കുട്ടി ട്രെയിനിൽ തന്നെ ഉണ്ടാകും, തിരിച്ചു വരുമ്പോൾ അതേ ട്രെയിനിൽ തന്നെ മടങ്ങിയെത്താനുള്ള സാധ്യത അതും പരിശോധിച്ചുകൂടെ. അങ്ങനെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പോലീസ് എല്ലാ സാധ്യതയും ഒരുപക്ഷെ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടായിരിക്കും.